ഡാഡിയിൽ നമ്മുടെ ഷൗബിന്റെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, സിനിമ അതെ ഉണ്ടല്ലോ. അതെ കണ്ടിട്ട് അപ്പൊ അതിനകത്ത് ഒട്ടകം ബിരിയാണി എടുക്കട്ടെ, സ്പെഷ്യൽ ഐറ്റം ഉണ്ട് അതെ എന്നൊക്കെ അതെ പറയുന്നത്. അതിനകത്തൊരു ഓരോ ഓർഡർ വരുമ്പോഴും, അല്ലെങ്കിൽ നല്ലൊരു ഓർഡർ ഇപ്പൊ പറഞ്ഞ പോലെ 25,000 40,000 ആൾക്കാർ വരുന്ന പോലത്തെ ഒരു ബൾക്ക് ആയിട്ടുള്ള ഒരു ഇവന്റ് ഒക്കെ വരണം എന്ന് പറയുമ്പോൾ നാച്ചുറലി നിങ്ങൾക്ക് ഒരു എക്സൈറ്റ്മെന്റ് കൂടും ഡെഫിനറ്റ്ലി അല്ലേ? ഡെഫിനറ്റ്ലി. അപ്പൊ അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇത്ത പറയുന്ന ഒരു പുതിയ ഐറ്റം കൊടുത്താലോ സർ? നമുക്ക് അതിനകത്ത് സൗബിന്റെ ഒരു എക്സൈറ്റ്മെന്റ് കണ്ടോ? അതെ 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 അങ്ങനത്തെ ഒരു എക്സൈറ്റ്മെന്റ് ഡെഫിനറ്റ്ലി എപ്പോഴെങ്കിലും ഉണ്ടാവാറുണ്ട്. ഇർസാൻ ഓ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ പക്ഷെ അത് ഗസ്റ്റിനോട് പറയില്ല. ആ നമ്മളെ ഭാഗത്ത് എന്തായാലും ഒരു 40,000 there would be some profit ആ for that work. അപ്പൊ ഞങ്ങൾ അതിൽ നിന്ന് ഞങ്ങളെ ഭാഗം ഒരു കോംപ്ലിമെന്റ് ആയിട്ട് ഞങ്ങൾക്ക് എന്താണ് ബെസ്റ്റ് അവിടെ നമ്മളൊരു സിഗ്നേച്ചർ സംഭവം കൊണ്ടുവരാൻ പറ്റുക, വിൽ ട്രൈ ഫോർ ദാറ്റ്. ആണോ? നമ്മൾ ഇനിയിപ്പോ എന്തെങ്കിലും വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നെ ഗസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വി ആർ നോട്ട് ഗിവിംഗ് ദം എ ഹോപ്പ്. ഉം. നമ്മൾ മുന്നേ അവരുടെ അടുത്ത് പറയണം ഞങ്ങൾ നിങ്ങളുടെ ഫംഗ്ഷന് ഒരു കോംപ്ലിമെന്റ് തരാണ്ടെന്ന് പറഞ്ഞാൽ അവർ നമ്മളത് പ്രതീക്ഷിച്ചിരിക്കും. ഓക്കെ. പക്ഷെ നമ്മളൊരു സാധനം വന്നിട്ട് പെട്ടെന്ന് ഒരു സാധനം കോംപ്ലിമെന്റ് ആയി കാണുമ്പോൾ ഉം. ദാറ്റ് എക്സൈറ്റ്മെന്റ് ഈസ് ഡിഫറെന്റ്. ഓക്കെ. അതാണ് വി ആർ ഫോക്കസിങ്.